ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. കുട്ടികൾക്ക് പോലും വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഈ സാൻഡ്വിച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സാൻഡ്വിച്ചിനായി കോൾസ്ലോ റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മയോണീസ് എടുക്കാം. വെജ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഞാനിവിടെ എഗ്ലെസ് മയോണീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1 കപ്പ് ക്യാബേജ് ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സാൻഡ്വിച്ചിന് ആവശ്യമായ കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബ്രെഡ് സ്ലൈസസിൻ്റെ എഡ്ജസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇതിന് സാധാ ബ്രെഡിനേക്കാളും സൈസ് കൂടുതലും മധുരം കുറവുമായിരിക്കും. ഇനി ബ്രെഡിലേക്ക് ബട്ടർ തൂത്ത് കൊടുക്കാട്ടോ. എന്നിട്ട് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ സവോള, തക്കാളി, കുക്കുംബർ, ക്യാപ്സിക്കം. ഇനി വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോൾസ്ലോയും കൂടി വെച്ച് കൊടുത്ത് ബ്രെഡ് സ്ലൈസ് വെച്ച് കവർ ചെയ്യാം. ഇനി ഇത് സാൻഡ്വിച്ചിൻ്റെ ഷേപ്പിൽ കോണോട് കോണൊന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ 2 സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കോൾസ്ലോയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.